26 വർഷമായിട്ട് 15,600 മൃതശരീരങ്ങൾ 38 രാജ്യങ്ങളിലേക്ക് റിപ്പാട്രിയേഷൻ ചെയ്യുന്നതിൻ്റെ മഹത്തായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യത്യസ്ത വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ പോലും വാക്കുകൾ മതിയാവാതെ വരുന്നത് പോലെ ഇതിനൊരു തുടക്കമല്ലേ? ആ ഓർമ്മ നോക്കാം. ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു. ഞാൻ അവരെ കാണാൻ കണ്ട ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വന്ന് വണ്ടി വന്ന് മൊബൈൽ ഹേജറെ വിട്ടണേ വണ്ടി ലൈസൻസ് ഇല്ല. അന്ന് ടാക്സി ടാക്സി അത് 2 കാൾ കരിയുന്നുണ്ട്. എൻ്റെ കരിയിൽ വേറെ അച്ഛൻ മരണപ്പെട്ടതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും അറിയില്ലാന്ന്. ഞാൻ എനിക്കും അറിഞ്ഞൂടാണ്. ഞാൻ അപ്പോൾ സഹായിച്ചു തരാം, കയറ്റിവിടാൻ ഇവിടെ കയറ്റിവിടാന്ന്. 4-5 ദിവസം നമ്മളിവിടെ അവിടെ ഓടി ഇവിടെ ഓടി ആ ബോഡി കയറ്റി വിട്ടു. രണ്ടാമത് 25 വർഷം പിന്നെ കഴിഞ്ഞ രണ്ടാമത് ബംഗ്ലാദേശ് പൗരൻ്റെ കൂടിയാണ് കയറ്റി വിട്ടത്. പിന്നെ ഇപ്പോൾ 2024 കൊടുക്കും. അപ്പോൾ 14,000 ആളെ കൂടി ഈ ഇപ്പൊ ആദ്യത്തെ ആൾ ഏത് രാജ്യമാണ്? അത് മലയാളം കൊല്ലോ പുല്ലിൽ ദിവസം. എത്ര ദിവസം കഴിഞ്ഞാണ് കേട്ടിട്ടുള്ളത്? 4-5 ദിവസം ഉണ്ടാവും. ഇതിനിടയിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടുള്ള ബോഡി വരെ കഴിച്ചിട്ടുണ്ട്? പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥകൾ വളരെ പരിതാപകരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. എത്ര ദിവസമൊക്കെ കഴിഞ്ഞു? യുഎയിൽ പറഞ്ഞാല് ഒരു 3 ദിവസം 2 ദിവസം 4 ദിവസം 4 ദിവസം അത് മുമ്പ് എപ്പോഴാണ് തന്നെ എന്താ വെച്ചാല് ലോകത്തിൽ എത്രയോ രാജ്യങ്ങൾ ആണ് ജീവിക്കുന്ന സ്ഥലമായി യു എ. അവിടുന്ന് ഗവൺമെന്റ് പറഞ്ഞാല് ഒരാൾ മരണപ്പെട്ടാല് ഇന്ത്യക്കാരും അമിജയൊക്കെ നിയമ മരിച്ച മനുഷ്യരോടൊരു മനുഷ്യത്വം കാണിക്കും. ആളെ പ്രത്യേകത ഒരാൾ നോട്ടല്ല, എല്ലാവർക്കും ഒരു നിയമം. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ശ്രീദേവിയുടെ ഡെഡ് ബോഡി ശ്രീദേവി ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾക്ക് അറിയുന്ന അത്രയും പ്രശസ്തയായ ഒരാളാണ്. അദ്ദേഹത്തിന് അവരുടെ ഡെഡ് ബോഡി നേരിട്ട് കണ്ട ഒരു മനുഷ്യനാണ്. അവർക്ക് സാധാരണ മനുഷ്യനും ഒരേപോലെയാണ് ട്രീറ്റ്മെന്റ് സൗകര്യം വരുന്നത് അല്ലെ? ആ അനുഭവം അപ്പൊ അവര് വെച്ചിട്ട് 3-4 ദിവസം പാട് കയറ്റിട്ട് പുള്ളിക്കാരി ഒരു പരിഗണന നോക്കൂല. അത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാല് ആ മരണപ്പെട്ട മയ്യത്തോടൊരു മനുഷ്യത്വം. അതാണ് ഈ ഇസ്ലാം പറയുന്നത്. ആര് വെച്ചാലും അവർക്ക് അത് ചെയ്യണമെന്ന് ഒരാൾക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. ഏതൊരു മതപ്പെട്ട വെച്ചാൽ അവർ നമ്മൾ വൈകുന്ന സാധനം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. എന്നാണ് വെക്കണമെന്ന് പറഞ്ഞില്ല. അതാണ് പരിഗണന ചെയ്യുന്നത്. ഇന്ന് വരെ എൻ്റെ അറിവിൽ ഈ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ പോയി ഒരു ടോക്കൺ വരെ കൊടുക്കണം. പേപ്പർ ചെല്ലുമ്പോൾ ഈ തീർച്ചയായും ഇത്തരത്തിലുള്ള മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം. അതായത് മരണം ബോഡി കയറ്റി വിടുന്നു, അത് മാത്രമല്ല അതിൻ്റെ ഇടയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ ബോഡിയെ കയറ്റി വിടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അപ്പോൾ തന്നെ അവിടെ നാട്ടിൽ കാര്യവുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന ഒരവസ്ഥ, ഇത് കണക്ട് ചെയ്യുന്ന അവസ്ഥ, ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആദ്യകാലത്ത് അതായത് ഫോണും കാര്യമൊന്നുമില്ല. അപ്പം ഒരാളെ മുകളിൽ കൂടെ പോകും. പിന്നെ അന്നൊന്നും നാട്ടിൽ നിന്ന് ഇൻഫർമേഷൻ വരികയൊന്നും വേണ്ട. നമ്മുടെ കയറ്റി പേപ്പറുടെ കയറ്റി വിട്ടിട്ട് അപ്പോൾ റിസീവ് ചെയ്യാം. ഓരോ ടെക്നോളജി കൂടുമ്പോഴാണ് പണി കൂട്ടുന്നത് ഗവൺമെന്റ്. അല്ല, ഇപ്പൊ ഈ അങ്ങനെ കയറ്റി വിടുമ്പോൾ തന്നെ ഈ ബോഡി കൃത്യമായി എത്തിയോ എന്നുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? പക്ഷെ ആദ്യം ആൾക്കാർ വിളിച്ച് പറയാം. ഞാൻ ആൾക്കാർ പറയും കയറ്റി വിടുമെന്ന്. എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങോട്ട് വെറുപ്പെടില്ല. അപ്പോൾ എത്ര ആളും വിളിക്കും. അന്നിപ്പോൾ നമ്മൾ ഇതിലൂടെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ആൾക്കാർ കണ്ടാലും അവരെന്നെ വിളിക്കാണ്ടാവും. എന്നാലും എവിടെയെങ്കിലും കാണുമ്പോൾ പറയും ഞാനിപ്പോൾ അറിയില്ലത്. ഇന്നിപ്പോൾ അവിടെ നോട്ടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫാമിലിക്കാർ വന്ന് 2-3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യൻ്റെ അമ്മ ഒരാളുണ്ട്. അത് കയ്യിൽ തിരിച്ചു നോക്കി എന്നോട് വേഗം ആശ്രമക്കാരെ ചാന്നു 14 കൊല്ലവും പോലെ ദേശം വെച്ചിട്ട് ഞാൻ കയറ്റിയിട്ട് ഇറങ്ങി. എന്നോടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ അവരോട് പറഞ്ഞാൽ ഭാര്യ ചെയ്താൽ നന്ദി വെച്ച് പറയും. ഈ സത്യത്തിൽ നമ്മൾ ഈ യാദൃശ്ചികമായ സംഭവം അഷ്റഫിന്റെ ഇപ്പൊ 26 വർഷം പറഞ്ഞാല് അതിനു മുമ്പുള്ള കുറേ വർഷക്കാലം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല.
ആ വർഷം മുതൽ അങ്ങനെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത് വന്നതല്ല ഈ അദൃശ്യമായ സംഭവത്തിൽ? ഞാൻ ആദ്യം സൗദിയിലായിരുന്നു. ഞാൻ ആദ്യ നാട്ടില് വണ്ടി ഉണ്ടായിരുന്നു, വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു സൗദിയിൽ. അന്ന് എൻ്റെ എന്താണ് കൂടുതൽ പൈസ നമുക്ക് വേണ്ട, മറ്റവരെ സഹായിക്കണമുള്ള. ഇവിടെ എൻ്റെ ഉപ്പ ഞങ്ങൾ 9 മക്കളാണ്. ഇപ്പം നിങ്ങൾ പോയിട്ടില്ല, ഞങ്ങളെ നോക്കി നാട്ടിൽ നിന്ന് 5 നോക്കിയതാണ്. അപ്പോ ഉപ്പയിൽ നിന്നുള്ള ഉപ്പ അങ്ങനെ തന്നെയായിരുന്നു. അതെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഞാൻ വേണ്ടി ചെറുപ്പത്തില് ഞങ്ങളെ തൊട്ടടുത്ത് ഈ മുസ്ലിംസിനെ വെളുത്താളെ വീടാണ്. പണ്ട് നോമ്പിലൊക്കെ മാസങ്ങൾ വേണ്ടിയിട്ട് ഇവരാ കുട്ടിക്കുക. ചെറുപ്പത്തിൽ ഇവരൊക്കെ ആരും മരിക്കുമ്പോഴൊക്കെ ഈ ശബ്ദത്തിലുള്ള ഇളനീന്തൽ സംവിധാനം ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ വാപ്പായി കുട്ടികൾ. അപ്പൊ അങ്ങനെയായി അന്നത്തെ ജീവിതം വളരെ ഒരു മുസ്ലിം സാഹചര്യത്തിലാണ് താമരശ്ശേരി ആ ഏരിയ അല്ലേ? അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. അതെ, ഇപ്പൊ അവിടെ തന്നെയാണ് ജീവിതം. അതെ, വളരെ റൂട്ട്സിലേക്ക് അമ്പലമൊക്കെ ക്രിസ്ത്യപ്പള്ളിയുണ്ട്, ബസ്മൊക്കെ നമ്മൾ ആൾക്കാർ ഇവര് പറഞ്ഞ പ്രശ്നം ഇന്നലെ ഈ 38 രാജ്യങ്ങളിലേക്ക് പറഞ്ഞല്ലേ. സ്വാഭാവികമായിട്ടും ഈ ഇപ്പോ ഇന്ത്യക്കാരെ കൂടാതെ മറ്റു പല രാജ്യങ്ങളിലെയും ആളുകളെ കയറ്റി വിടുന്നുണ്ട്. അപ്പൊ അതില് ഏതൊക്കെ രാജ്യക്കാരായിരുന്നു? കൂടുതൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക അതാ കൂടുതലുണ്ട്. കൂടുതൽ വയലുള്ള അങ്ങനെയാണ്, അതാണ് കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. പക്ഷെ കൂടുതൽ ഇന്ത്യക്കാരൊക്കെയാണ് ഉണ്ടാകുക. പിന്നെ അവിടെ ജർമ്മനി അങ്ങനത്തെ ഫിലിപ്പീൻസ് അങ്ങനത്തെ ഇടയ്ക്കെടുക്കാൻ മരണപ്പെട്ട അവരുടെ നമ്പർ കുറവാണ്. അപ്പൊ എന്നാൽ ഈ രാജ്യക്കാരെയൊക്കെ കയറ്റി വിടുമ്പോൾ ഉണ്ടായിരുന്ന അതിന്റെ കാര്യങ്ങൾ പേപ്പർവർക്കൊക്കെ ചെയ്യുന്നുണ്ടാകുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്? ഒരനുഭവം എന്ന് പറഞ്ഞാൽ ഒരു UK-കാരൻ്റെ ഒരാൾ മരണപ്പെട്ടിരുന്നു. 19 വർഷമായിരിക്കുമല്ലോ, 15 വർഷമായി. അവളെ ഈ മരണപ്പെട്ടവളെ ഭാര്യ അവള് UK എയർലൈൻസിൽ എയർപോർട്ട്സിൽ പോയിട്ടാണ് മിലിറ്ററിയിലാണ്. അവളെ കൂടി കൊണ്ടാൻ വേണ്ടി വന്നത്. അവള് ഇംഗ്ലീഷ് എനിക്ക് പറ്റുന്ന അവളെ അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഗൾഫിലുണ്ട് നമ്പർ കൊടുത്ത് അതിനൊക്കെ റെഡിയാക്കി എമർജൻസിലാണ് വിട്ടത് കൂടെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ $5000 എടുത്തത്. അത് അവർക്ക് പൈസ ഉണ്ടാകും. അവളാണ് നമ്മളെ ഭയങ്കര സൗണ്ടിൽ 4 ഒറ്റ നിരത്താൻ ചവിട്ടോ കയറ്റി അവരോട് കൂടി വന്ന് അവിടെ വിജയൻ സാറിനായി എമർജൻസിലെ മാനേജറാണ്. അയാൾ വാങ്ങെന്തായിട്ട് ചെറുതാറെ ഇവിടുത്തെ ദേശം എനിക്ക് മനസ്സിലാകുന്നോ ഇവിടെ വെച്ച് പറഞ്ഞാൽ $5000 എൻ്റെ ഉള്ളൂ. ഇപ്പം കൊടുത്തിട്ട് വാങ്ങില്ല. അവിടെ അത് പൈസ കുറഞ്ഞിട്ട് ഞാൻ വാങ്ങത്തില്ല. പിന്നെ ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അപ്പോ 500 അങ്ങനെ അവിടെ UK-കാർ അവിടെ മിലിറ്ററിക്കാർ തമിഴ്നാട്ടിലൊരാളുടെ ഇവരെ കൊടുത്തിട്ട് ജോലി ചെയ്തതാണ്. അവരോട് ഇടയ്ക്കിടെ വിളിപ്പിക്കുകയും ചെയ്യുന്നത്. UK. ഇപ്പോഴും ബന്ധം നിലനിൽക്കുന്നുണ്ട്. എത്ര വർഷമായി? 10-14 വർഷമായി. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമാണ്. അപ്പൊ അവര് ജീവിതത്തിലെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മനുഷ്യൻ തമ്മിൽ നഗ്നമായ സ്വാർത്ഥത ഒഴികെ ഹൃദയശൂന്യമായ റൊക്കം പൈസ ഒഴികെ വേറെ മുതലാളിത്തം ബാക്കി വെക്കുന്നില്ല മാസിന്റെ ഡയലോഗ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടുള്ള അപ്പോ എങ്ങനെയായിരിക്കും പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അശ്വത്തിന് ഒരു ജോലി, ജീവിതം, സാഹചര്യം അതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഒരു ഗാരേജ് ഉണ്ടാക്കി. പിന്നെ 19 വണ്ടിയുണ്ട്, ട്രെയിലർ വണ്ടി. ട്രെയിലേജിൽ ഇപ്പോൾ 5-6 വണ്ടി ഉണ്ട്, 6 വണ്ടി ഉണ്ട്. ഞാനെൻ്റെ ഏട്ടനും അലിയമാർ ഷെയർ ആയിട്ട് അപ്പോൾ അവരെ നോക്കും. അപ്പോൾ അത് ഈ ഇപ്പൊ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കർമ്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദുർബലമായിട്ടുള്ള അവസ്ഥയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന അനുഭവം ഉണ്ടാവില്ല. അല്ല, ഞാൻ ഇത്രയും മൂടിയായിട്ട് ഇപ്പം നിങ്ങളെ മീഡിയ നോക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഇവരെ കുടുംബക്കാരവര് ഇത് ആൾക്കാരുണ്ടാകില്ല. ഇത് കേൾക്കുന്ന ഇഷ്ടമായിട്ടാണോ? ഇന്ന് വരാൻ ഒരാൾ ചായ ഒരു ദിവസം ഞാൻ ഇന്ന് ഇവിടെ ക്യാൻസൽ ചെയ്താണ്. ഞാൻ മേടിച്ചില്ല, അല്ലെങ്കിൽ നിൽക്കില്ല. ഈ പുതുടുത്ത ഭാഗം നിൽക്കില്ല, വാങ്ങിയത് ഒരാൾ മേടിച്ചില്ല. പക്ഷെ ആളുകൾ തരും 10,000-20,000 പക്ഷെ ഞാൻ മേടിക്കാറ്. പിന്നെ ആളുകൾ പറയും ഏതോ സംഘടന കുടിക്കുന്നത് ചായ. ഞാൻ അതും കൂടെ എടുത്തിരുന്നത് ഞാൻ വാങ്ങിക്കില്ല. പിന്നെ റിസ്ക്കാണ് മേടിച്ചത്. ഇതിന് മറ്റു ചെലവുകളോ?
ബാക്കിയുള്ള പൈസ ഒക്കെ കൂടുതൽ കമ്പനിക്കാർ കൊടുക്കും. ആ കമ്പനി ഇല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും പുറത്ത് പബ്ലിസിറ്റി ആക്കാണ്ട് മനസ്സിലാക്കി പറയാൻ അറിയാതെ ചെയ്തത് അവർ പറഞ്ഞ അപ്പോൾ ഒരു പൈസ കൊടുക്കും. ഇല്ല ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ആളുകൾ മനസ്സിലാക്കി. ഈ ഇതിനപ്പുറത്ത് മറ്റ് ജോലി സ്വന്തമായിട്ടോ അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ എങ്ങനെ പലപ്പോഴും ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്യാറുള്ളത് എങ്ങനെയാണ്? പലരുടെയും ഒരുപാട് വിളികൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. മറ്റേ ജോലിയുടെയോ മറ്റു ജീവിതം അത് വരുമോ? പിന്നെ കുറെ ആൾക്കാർക്ക് പാടില്ല അയച്ച കൊടുക്കും, കുറെ ജോലി കിട്ടും. ഇപ്പൊ രസം ജോലി ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലത്തും. ഇപ്പൊ ഒന്നുകിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ആളുകളാണ്, ഓർക്കൂടെ ജോലി കിട്ടണമല്ലോ. പക്ഷെ ഇപ്പൊ നല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത സാധ്യത എന്തെങ്കിലും ജോലി കിട്ടും. ഈ ഇപ്പം സ്വാഭാവികമായിട്ടും ദുബായിൽ മാത്രമല്ല, താങ്കൾ ജീവിക്കുന്നത് ദുബായ്, അപ്പൊ മറ്റ് എമിറേറ്റ്സിലൊക്കെ അവിടെയൊക്കെ അതൊക്കെ എങ്ങനെയാണ്? വേറെ അടുത്ത ആളുകൾ വെച്ചാൽ കുറെ ആൾക്കാർ വിളിക്കും. ഇപ്പൊ സൗദി റിയാദിലുണ്ട്, ജിദ്ദയിലുള്ള ആൾക്കാർ, ജിദ്ദയിലുണ്ട്, വിളിക്കാറുണ്ട്. റിയാദിലുണ്ട്, ബാറയിലുണ്ട്, ഇഷ്ടമാതിരി സുബേർക്ക, എത്ര ആളുകൾ പറയുന്നത്. സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഇവിടൊക്കെ ആളുകളുണ്ട്. വിളിച്ചാൽ റെഡിയാക്കും. ഈ ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, നിങ്ങളുടെ ഒരുപാട് പേരുടെ ഹോപ്പില്ലേ, നല്ല സംഘടന. കുറെ ആളുകൾ മനുഷ്യന്മാരുണ്ട്, എന്തായാലും ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഈ ആളുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള പ്രത്യേകത ഉണ്ടാവും, സിമിലാരിറ്റി നിങ്ങളുമായിട്ടുള്ള സിമിലാരിറ്റി എന്താണ് തോന്നിയിട്ടുള്ളത്? പ്രത്യേകത ഇവരൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഞാനെന്ത് തിരക്കാണോ ഒരു പറയുന്നത് വിളിച്ചാൽ വരുന്നത് അവിടെ ആൾക്കാരുള്ളൊരു ബന്ധമുണ്ടാകുന്നത്. ഇപ്പൊ കണ്ടാലും തിരിച്ച് ഞമ്മ പോലും മുടക്കൂല. ആൾക്കാരുടെ തിരിച്ച് അസലാം അടിക്കാൻ ഒരു നഷ്ടമില്ല. ഉണ്ടോ? ഒരു നഷ്ടമില്ല. പിന്നെ അതും ചെയ്യാത്ത ആളുകളുണ്ട്. പിന്നെ കുറേ പൈസ നമുക്ക് ഉണ്ടായിരുന്ന കാര്യമില്ല. കുറേ പൈസ ഉണ്ടായിട്ട് നാളെ നമ്മളെ വെച്ച് പെട്ടിക്കരിക്കുമ്പോൾ ആരും പൈസയും കൊണ്ടുപോകും. പിന്നെ ആൾക്കാരുടെ ഒരു സേവ ബന്ധു കയ്യിൽ നിന്ന് സഹായം ചെയ്തു കൊടുക്കുക, അതാണ് ഈ പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞാൻ എന്റെ സത്യത്തില്. ഇങ്ങനെ ഈ പിന്നെ ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറയുന്ന പുസ്തകത്തില് അതിന്റെ സാന്റിയാഗോ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം സിംഹങ്ങളെ സ്വപ്നം കണ്ടു ഉറങ്ങും. അത് സന്തോഷത്തോടെ നമുക്ക് ഇവിടെ ഈ ഒരു ബോഡി കയറ്റി വിട്ടാൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട് ഉറങ്ങാൻ പറ്റില്ല. വളരെ സന്തോഷമാണ്. അപ്പൊ അത് കഴിഞ്ഞുണ്ടാവുന്ന പലപ്പോഴും കാണുന്ന ഈ ഓർമ്മകൾ എങ്ങനെ എങ്ങനെയാണ് കടന്നു വരിക? പലപ്പോഴും അതിന്റെ വേദനകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഓർമ്മ തന്നെ ആര് ബന്ധപ്പെട്ടാലും മനസ്സോട് വിഷമം. ഞാൻ എന്താ വെച്ചാല് മരണപ്പെട്ടു ഞാൻ ഒക്കെ റെഡിയായി കൊടുക്കുന്ന ഇവരെ എടുത്ത് അങ്ങനെ കൂടുതൽ അടുത്ത് പോകും. കാരണം അവർ കഴിയുന്നത് നമുക്ക് കൂടെ ടെൻഷൻ നാളെ ഇതിന് വരാനായിരിക്കും. പിന്നെ ജീവിതത്തിൽ നല്ല പറഞ്ഞാൽ ഇന്നത്തെ യുവത്തിൽ നമ്മൾ ആർക്കൊരു ഉപകാരം ചെയ്താലും കുടുംബത്തിലായാലും നാട്ടുകാരായാലും ആരും ചെയ്യാനും എന്തെങ്കിലും കുറ്റം നമ്മളോട് പറയും. 100 ഒന്ന് തെറ്റിട്ടാവും കുറ്റം പറയും. പക്ഷെ മരിച്ച ആളെന്നൊരു ഉപകാരം ചെയ്താൽ ഒരെ പെട്ടി കയറിയാൽ മോശം ഉണ്ടാവും. അപ്പോൾ അവനവനോടൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ വിശ്വാസപരമായിട്ടുള്ള പിന്നെ അവരൊന്നും ശല്യം ഉണ്ടാവില്ല. മറ്റേ നമ്മൾ എന്നാലും നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ഒരു മനുഷ്യനൊരു സഹായം ചെയ്യാത്ത ആളുകളെ കുറ്റം പറയും, ചെയ്തവരാണ് കുറ്റം പറയും. ഒരു സാമ്പ്രദം എന്നാൽ നമ്മൾ ചിന്തിക്കും ഓരോ ചെയ്ത് തരുന്നതിലുള്ള അത് ചിന്തിക്കില്ല. അത് കുറഞ്ഞ ആൾക്കാരല്ല, എല്ലാവരും എന്നല്ല പറഞ്ഞത്, കുറഞ്ഞ ആൾക്കാർ. എല്ലാവരും ആണെങ്കിൽ അങ്ങനെ ആരും ചെയ്ത് കൊടുക്കില്ല. ഒരു കാര്യം, ഇത് എപ്പോഴെങ്കിലും ഇത് ചെയ്യണ്ട എന്ന് തോന്നിയൊരവസ്ഥ ഉണ്ടായില്ല. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലുണ്ട്. എന്നാലും വീട്ടിൽ നിന്ന് വൈഫ് പറയുകയും ചെയ്തു, ഞാനെന്തെങ്കിലും പറഞ്ഞു ഒരാളെ കഴിഞ്ഞോട്ടെ. ഞാനും അങ്ങനെ പറയുന്നു. അതെന്താ പറഞ്ഞ ഒരാളെ നമ്മൾ തെറ്റ് ചെയ്തവരെ പിടിക്കണം. അല്ലാതെ പിടിച്ചില്ല. അങ്ങനെ അപ്പൊ ഭാര്യ ഒരു വലിയ താങ്ങായിട്ടല്ലേ? ഭാര്യ എങ്ങനെയായാലും വൈഫിനെയും സാധാരണ അർഷവന് കിട്ടത്തിലുള്ള കാര്യം രാത്രി പകലൊന്നും ഇല്ലാതെ ഇതിന്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പം അവർക്കാണ് മിസ്സാവുന്നത്. സാധാരണ സ്ത്രീകൾ അങ്ങനെയല്ല. അപ്പൊ ഭാര്യയുടെ താങ്ങ് കൂടെ നിൽക്കുന്നത് വളരെ കാര്യമായിട്ടാണ്. കുട്ടികൾ എങ്ങനെയാണ്? ഞാനിപ്പോ പോന്നാലൊക്കെ കുട്ടികൾ റെഡിയാക്കും, മോൾ റെഡിയാക്കും. ലൈസൻസും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ലൈസൻസും പേപ്പർ വർക്കുകളൊക്കെ എങ്ങനെയാണ്? പേപ്പർ വർക്ക് വെച്ചാല് പോലീസിൽ വിളിക്കുക, പോലീസ് ക്ലിയറൻസ് തരാം. ഇപ്പൊ ഒന്ന് രാവിലെ വെച്ചാൽ വൈകുന്നേരം നമുക്ക് പോകാനുള്ള സംവിധാനമാണ്.
മൊത്തത്തില് സ്ഥലത്തുകളൊക്കെ ഉള്ളത്. പിന്നെ റൂമിൽ നിന്ന് മരിക്കുമ്പോൾ ചെക്ക് ചെയ്യുന്നത് അതും ഒരു ദിവസം 2 ദിവസം നേരം പോകും. എന്നാലും പെട്ടെന്ന് കഴിയും. പിന്നെ മരണപ്പെടുന്നത് മൊത്തം ചെറുപ്പക്കാരാണ്. എൻ്റെ അമ്മ 90 വയസ്സായി ജീവിച്ചു. ഒരു വലിയ അവസ്ഥയില്ല. ഉമ്മ എന്താ 10 കളിച്ച് കിടക്കും. പിന്നെ ആരും എന്താക്കിയാലും കിടക്കും. ഭക്ഷണത്തിൻ്റെക്കാട് കൂടുതൽ ടെൻഷൻ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ. പ്രത്യേകിച്ച് പ്രവാസികൾ. ഒന്നാമത് എന്താ നാട്ടിലും ഭാര്യ കുട്ടിയും നാട്ടിലുള്ളവരാണെങ്കിൽ അവര് ആ ടെൻഷൻ എടുക്കും. ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യത്തിൽ റേഷ്യോ എങ്ങനെയാണ്? ആരാണ് കൂടുതൽ? സ്ത്രീകളുടെയും ഇത്തരത്തിലുള്ള ആരുമില്ലാത്തവരുടെ ബോഡികൾ അങ്ങനെ ഓരോ ചെന്നൈയിലൊരു ആള് മരണപ്പെട്ടിട്ട് അമ്മയുള്ളൂ, ഒരു മോനെയും ബന്ധപ്പെട്ടു. അപ്പൊ എന്നോട് ഞാൻ വിളിച്ചത് വിളിച്ചെന്ന് പറഞ്ഞു ബോഡി എനിക്ക് വേണ്ടാന്ന്. അപ്പൊ ഞാൻ എന്താണ് അങ്ങനെ അറിഞ്ഞു ചോദിച്ചു. അതിവിടെ കൊണ്ടു എൻ്റെ കൂടെ കയ്യൂരിൻ്റെ ഒന്നും ഞാൻ ഇങ്ങനെ ആടെ ഇവിടെ അച്ഛൻ ജീവിക്കുന്ന ഒരാളാണ്. അച്ഛനൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആടെ എത്തിച്ചാൽ ചെയ്യുമോ? മോനെ എനിക്ക് കാണണം, അതിൻ്റെ മനസ്സിൽ കൂടുതല. ഞാൻ പറഞ്ഞ ഞാൻ അവിടെ എത്തിച്ചേരാം, ഒരു മോനെ കണ്ടോണ്ടിരുന്ന. അങ്ങനെ പാടുന്ന പാർട്ടിൻ്റെ സെക്രട്ടറി, BJPയുടെ സെക്രട്ടറി ബന്ധമുള്ള. ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത പിന്നെ ഇത്ര കയറ്റി വിട്ടോ ബാക്കി അയാൾ ഓരോ ചെലവിൽ ദയിപ്പിച്ചു കൊടുത്തു. അമ്മ കളിക്കാൻ പറയുന്നത്. അമ്മ എന്നിട്ട് ഭയങ്കര സ്വത്തോടെ എന്നോട് പറഞ്ഞിട്ട് ദയിപ്പിക്കാൻ വരെ പൈസ ഇല്ലാന്ന്. അങ്ങനത്തെ ആളുകളും ഉണ്ടാവും. അതൊക്കെ ആളുകൾ പൈസ തരും. ഇപ്പോൾ നാട്ടിൽ കൊണ്ടാകുന്നവർക്ക് കുറെ നല്ല ആളുകളുണ്ട്. വളരെയധികം മനുഷ്യത്വം ഗൾഫിൽ പ്രവാസികളാണ് മനുഷ്യത്തുള്ളവർ കൂടുതലും. നാട്ടിലുണ്ടില്ല എന്നല്ല, എന്നാലും പ്രവാസികളാണ്. ബഹറില് പിന്നെ സൗദിയിലും ദുബായിലും ഒക്കെ ഈ തരത്തില് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള അതാണ് ചെയ്യുന്നത്. ഒരാൾക്കായിട്ട് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. അതിന്റെ പല ആളുകളും പല ആള് സുഖാക്കരുത്. ഇപ്പൊ ഞാൻ ചെയ്തത് ഞാൻ പറയുന്നത് നിങ്ങൾ ആയിരൊന്നും കാര്യമില്ല. നമ്മളെ അംഗീകരിക്കേണ്ട ദൈവമല്ലേ. മനുഷ്യന്മാരെ അംഗീകരിക്കുന്ന കാര്യങ്ങള് നമ്മൾ താത്പര്യം ഒന്നിക്കും ദൈവമായി. ആരും എന്ത് ചെയ്ത് ഏതൊരു ജാതി മനുഷ്യൻ ചെയ്തു കൊടുത്താലും ഞങ്ങൾ കൂലി ദൈവത്തിന്. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവാണ്. അപ്പോ അത് അങ്ങനെ ഒരു 26 വർഷം 25 വർഷം മുമ്പ് ഇത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രം താങ്കളെ സ്വീകരിക്കപ്പെടും എന്ന് ഒരിക്കലും തോന്നിയില്ല. ഞാന് ഈ പ്രവാസി അങ്ങനെ സംബോധന എനിക്ക് ഓർമ്മയുണ്ടായി. അന്നൊരു 2000-3000 കോടി ഞാൻ കയറ്റിട്ട് പോയി. ഫസ്റ്റ് തന്നെ ഷാർജയൊരു 8ാം ക്ലാസ് പഠിക്കുന്ന മോള് ബിൽഡിംഗ് തായോട് മരിച്ചു. അന്ന് ഇത് സാധനമല്ല, ഇത് കറണ്ടല്ല, അല്ലാണ്ട് നാട്ടിൽ ദയിപ്പിക്കും പോലെ ദയിപ്പിക്കുക. അപ്പൊ ഞാൻ തന്നെ ഒരു അച്ഛനേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ. അപ്പൊ അമ്മ തളർന്നു പോയി. അമ്മ മോള് ദയിച്ചിട്ട് അച്ഛനേ ഉള്ളൂ ദയിപ്പിക്കും. അച്ഛൻ ഞാനും ദയിപ്പിക്കുന്ന സ്ഥലത്ത് പോലെ സാധനമാണ് ദയിപ്പിച്ച്. അന്ന് ഒരു 5-5:30 വീട്ടിലെത്തി. അപ്പ ചോറ് പോകണം അബ്ദാലിന്ന് സിയറാച്ചാറാണ് അബ്ബാസ്. അപ്പൊ എന്നോട് വിളിച്ചത് എൻ്റെ പേരാണ് ഗവൺമെന്റ് സെലക്ട്. അത് BJP വലത് കയറിയിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ നിൽക്കുക. അങ്ങനെ കയറി ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൈസ ഒന്നുമില്ല. ഇതിന് അന്നൊക്കെ ആൾക്കാർ പറയും ഇത്ര പൈസ കൊടുത്താൽ അവാർഡ് കിട്ടുമെന്ന് പറയും. എന്നൊരു ചേട്ടാ താമസിക്കുക വെച്ചാൽ പറഞ്ഞ രാജ്യപ്പാടാണ് ദുബായ് എയർപോർട്ട് വരാൻ പൈസ ചോദിക്കാം. എനിക്ക് എയർപോർട്ടിൽ പൈസ ചെലവായിരുന്നു. പക്ഷെ അയാൾ നല്ല പര്യടനം തന്നിരുന്നത്. അന്ന് ഗുജറാത്തിലായി തന്നു പോയപ്പോ നല്ല പര്യടനം. ആ പഠിച്ച പിന്നെ മുഖ്യമന്ത്രി നമ്മളെ കേരള മുഖ്യമന്ത്രി ഈ പത്മശ്രീ കൊടുത്തിരുന്നു. കൊടുത്തിരുന്നു. പക്ഷെ അത് കിട്ടി അത് കിട്ടുമ്പോ നിരവധി അവാർഡുകൾ പോലീസുകാരുണ്ട് വള്ളമീൻ സെറ്റ് ചെയ്ത് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു പ്രതിഫലമാണ് ചെയ്തൊന്നും കിട്ടില്ല. പിന്നെ പുസ്തകം മാതൃഭൂമിക്കാർ എഴുതിക്ക് 2 പിന്നെ അപ്പോഴൊക്കെ എഴുതിക്കുന്നത്. പിന്നെ പ്രജസിനാണ് അത് കണ്ടുപിടിക്കാനല്ല പിന്നെ നല്ല ഇതായിട്ടല്ല. പിന്നെ പുന്നയ്ക്കൽ വധിക്കാനാണ് വാചാട്ടിയെന്ന് പറഞ്ഞാല് എൻ്റെ സ്വപ്നത്തിൽ ഒരു സംഭവം കിട്ടി. പിന്നെ കിട്ടിയ ശേഷം എൻ്റെ പാസ്പോർട്ടിൽ എല്ലാ പാസ്പോർട്ടും വീട്ടുകാരല്ല ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഇത് കിട്ടിയാൽ അസൽ താമസിച്ചത് തന്നെ പാസ്പോർട്ട് അഡ്രസ് തന്നെ.
അത് ഗവൺമെന്റ് ആയി തന്നത്. അങ്ങനെ ബാക്കി താമരശ്ശേരിയിലുള്ള താമരശ്ശേരി തന്നെയാണ്, അഷ്ട താമരശ്ശേരി തന്നെ പാസ്പോർട്ടിൽ, അല്ലെങ്കിൽ എല്ലാവരും വീട്ടുകാരുണ്ടാവാം. ഈ പ്രവാസി ഭാരത സമ്മാനം പോലുള്ള കാര്യങ്ങളില്ലേ, അതിന്റെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന പ്രവാസികൾക്കുള്ള ഗുണത്തെ കുറിച്ച് എന്താണ്? ഗുണം പറഞ്ഞാല് നമ്മളിപ്പോഴത്തെ സോഷ്യൽ വർക്കർമാരുടെ കൊടുത്താല് ജനങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ പ്രവാസിമാർ കിട്ടിയെടുത്താൽ ഈ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും മറ്റേ എംബസി മുമ്പിലൊക്കെ പരിഗണിക്കുന്ന ആവശ്യത്തിന് പോയാൽ മടക്കി അയക്കാവുന്നില്ല. അതും പരിഗണന കിട്ടും. ആൾക്കാർക്ക് ആവശ്യം പാസ്പോർട്ട് കൊടുക്കാനോ ഈ പ്രവാസികളുടെ രാജ്യമാരുടെ ഡോക്ടറെ നോക്കി പാസ്പോർട്ട് കൊടുക്കില്ല. അന്ന് ഞാൻ പോയപ്പോൾ കൗൺസിലിൽ തന്നിരുന്നു, അന്ന് പോലീസാറാണ് അന്ന്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാനൊക്കെ അതും കഴിയും. ഗവൺമെന്റ് വന്ന് ചെയ്താല് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ അതിനൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. പരിഗണനുണ്ട്. അതിന് ഗവൺമെന്റ് മാറിയതാണ്. പക്ഷെ അല്ലാതെ പൈസ കൊടുത്തവരെ വാങ്ങിച്ചു വെച്ച് നിൽക്കാനുള്ള കാര്യം ജനങ്ങൾക്ക് കാര്യം കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പിന്നെ ഈ പ്രവാസി ഭാരത സമ്മാനം പോലുള്ള കാര്യം അവിടെ നടക്കുന്ന മീറ്റിങ്ങുകളുണ്ട്. അതായത് ബന്ധപ്പെട്ട് അവിടെയുള്ള തീരുമാനങ്ങളൊക്കെ തീർച്ചയായിട്ടും പിന്നെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം? പക്ഷെ നടപ്പിലാകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, വളരെ കുറച്ചുള്ളൂ. പിന്നെ എല്ലാവർക്കും പോയി കാണാൻ, അങ്ങനെ പ്രസിഡന്റിന്റെ എടുത്ത് പോകാൻ കാണാം, അപ്പൊ എന്നല്ലാണ്ട് കാര്യം നടത്തി വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഈ ഇപ്പൊ കുറെ വർഷമായില്ലേ ഇപ്പൊ ലോകകേരള സഭ അംഗമാണ്. അപ്പോ ഈ ലോകകേരള സഭയായി ബന്ധപ്പെട്ട് എന്താണ്? ലോകകേരള സഭ പറഞ്ഞാൽ സംഭവം ഒരു എത്രയോ നല്ലൊരു സംഭവം. കാരണം ഇത്രയും ലോകത്തുള്ള ആൾക്കാരാ രാജ്യങ്ങളിലുള്ള മുഖ്യമന്ത്രി വിളിച്ചു കൊണ്ടുവന്ന ഒരു വേദിയിൽ ഇരുത്തുന്നില്ലേ, അത് സമയം തന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മളെന്തെങ്കിലും കാര്യം മുഖ്യമന്ത്രിയോട് ശരിക്കും പറയാനും സാധിക്കും. നമ്മളിപ്പോൾ 5 മിനിറ്റ് വേണമെന്ന് പറഞ്ഞാൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോകസഭയിൽ ഞാൻ പറഞ്ഞത് എയർപോർട്ടിൽ ബസ് നിർത്തലാണ്. എന്നാലും ബസ് പ്രവാസി വർക്കാണ്. ഇപ്പോൾ പത്തനംതിട്ട ഒരു ബസ് ഇറക്കിയത്, ബസ്സാണ് ഇറക്കിയത്, പത്തനംതിട്ട ഇറക്കിയത് നിർബന്ധിച്ചത്. ഇത് വാണ്ടിയും കോഴിക്കോടും കണ്ണൂരാണ് വേണ്ടി, നിർബന്ധിച്ചത് ഇങ്ങോട്ടാണ് വേണ്ടി. അവര് ഇറക്കി വിചാരിക്കാം ഒന്നിറക്കില്ല, ഇപ്പൊ നാളെ കണ്ടുള്ള ഇറക്കിയായിരിക്കും. അപ്പൊ ഈ സത്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രവാസി ഭാരത സമ്മാനം പോലെ തന്നെ ലോകകേരള സഭയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട്? ലോകകേരള സഭ ഇപ്പൊ ലോകകേരള സഭ വന്നാലാണ് കേരളത്തിലെ ആംബുലൻസ് എല്ലാ സ്ഥലത്തുനിന്നും കൂടി എവിടെ വന്നാലും ആദ്യം കോയമ്പത്തൂർ മംഗലാപുരം ഇപ്പൊ അവിടെയും കൊടുക്കുന്നു. അപ്പൊ ലോകകേരള സഭ വന്നതിനൊരു ലോകം ചെയ്യുന്ന കാര്യം. പിന്നെ ഇതൊരു കാര്യം ഒരു മന്ത്രിമാർ പറയാനൊക്കെ കഴിയും. ലോകകേരള സഭ ഞാൻ ഇന്ന ലോകകേരള തുടങ്ങിയന്ന് മെമ്പർ ഇന്നലെ എന്നെ ഒഴിവാക്കില്ല, അല്ലെങ്കിൽ 3 വർഷമാണ് ഇത് ഇന്നലെ ഒഴിവാക്കില്ല. എന്തൊക്കെയാണ് അതിന്റെ പിന്നെ പ്രിവിലേജുകളായിട്ട് കിട്ടിയിട്ടുള്ളത്? നമ്മളോട് ചോദിക്കുക, പിന്നെ ലേബർമാർ വരുന്നതിനെ പറ്റൂ, ഇവിടെ കൂടുന്നതിനെ പറ്റൂ. പിന്നെ ഇത് കുറെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടി, പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടി. എന്താണ് ശരിക്കും അധികാരം ഉള്ളൊരു ലോകകേരള സഭ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനൊരു അധികാരം ഉണ്ടാവുന്നത്? പ്രിവിലേജ് ഒരു MLA ഇതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ ലോകകേരള സഭ പോകുമ്പോൾ നമ്മൾ അതിന് പരിഹാരം തരുന്നുണ്ട് കേട്ടോ, ഗവൺമെന്റ് തരുന്നുണ്ട്. ഒരു വേറെ കാണിക്കുന്നൊന്നുമില്ല. എനിക്ക് സ്ഥലത്ത് നമ്മളെ എത്തിക്കുന്നത്. പിന്നെ നമ്മൾ ചോദ്യം ഉണ്ടോ പറയാനുണ്ടോ പറയാ, അതിനുള്ള ടൈം തരും. പിന്നെ മന്ത്രിമാരൊക്കെ ഒരു മീറ്റിംഗ് നടത്താൻ സമയം തരും. ഓരോ സെഷനായിട്ട് ലേബറിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെതും അത് കുറെ നല്ല സംഭവം. കേരള ലോകസഭ നല്ലതല്ല, വേറെ നല്ലതല്ല. ഇനി ഗവൺമെന്റ് മാറിയാലും മാറിയില്ലെങ്കിലും അത് നിലനിൽക്കുക. എപ്പോഴും പ്രവാസികൾ ആവശ്യം. വേറെ പ്രവാസികൾ എവിടെ പോയി എന്താ പറയാനുള്ളത്? എന്തോ കാര്യം നടക്കുന്നുണ്ടോ? പ്രവാസികൾ ഒന്നും നടക്കില്ല. പ്രവാസികൾ ഒന്നും ആദമില്ലാത്തല്ല പ്രവാസികൾ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു മന്ത്രിയില്ല, രണ്ടാമത് ആയതൊരു നേതാക്കന്മാർ വന്നാലും ഓരോ തലയിൽ ചൂടുണ്ട് പ്രവാസികൾ. അതാദ്യം നിർത്തിയാലേ പ്രവാസികൾ കാര്യം ലോകത്ത് നടക്കും. കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. പ്രവാസി കാര്യം എന്തിനു കൊണ്ടെടുക്കുന്ന നേതാക്കന്മാരാണ്? ഒരു നേതാക്കന്മാരെ കൊണ്ടെടുക്കാതെ ഒരു വേണമെന്നൊരു സാധനം പഠിച്ച് ഇവിടെ കൊണ്ടുപോവുക. എന്താ പ്രവാസി പോലും ചെയ്യുന്നത്? ഈ നേതാക്കന്മാർ പറഞ്ഞ പ്രവാസി എത്ര കഷ്ടപ്പെടുന്നത്. നമ്മുടെ അടുത്ത രാജ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഷ്റഫ് താമരശ്ശേരി പറഞ്ഞത്. പലപ്പോഴും രാഷ്ട്രീയക്കാരെ കൊണ്ടു നടക്കുന്ന അതിനപ്പുറത്ത് ഒരു ഗുണം ഉണ്ടാവുന്നില്ല ഗവൺമെന്റിനാണ് അല്ലെ? നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മുടെ അടുത്ത രാജ്യങ്ങളിൽ ഈ ബോഡി ഭരിച്ചാണ് പ്രവാസം ഫ്രീ ഉണ്ടോ? ഈ കോൺഗ്രസ് ഒക്കെ ഭരിച്ച് BJP ഭരിച്ചത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇത് ഒഴിവാക്കി കൊടുത്തു. ഈ പോള ഫ്ലൈറ്റിൽ ഒരു ബോഡി എന്താ ഗവൺമെന്റ് നഷ്ടപ്പെടാനുള്ളത്? അവരുടെ ഇത്രയും കൂടുതൽ ലഗേജ് ചെയ്തിട്ടുള്ളത് 400 കിലോ വരെ ഒഴിവാക്കിയിടും. അവിടെ ബോഡി വെച്ചാൽ എന്താണ് നഷ്ടം കണ്ടിട്ട് വരുന്നത്? എന്തുകൊണ്ട് ഇവരെ മനസ്സിലാക്കി ആരോട് പറയേണ്ടി?
അത് തൂക്കിയായിരുന്നു. ഈ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ തൂക്കിയായിരുന്നു ആദ്യം ബോഡി കയറ്റത്. അങ്ങനെ ഒരു തൃശ്ശൂരിക്കുള്ള ഒരു ബോഡി ഞാൻ ഷാർജയിൽ കയറ്റി വിട്ട്. അപ്പോ മോളും 3 വയസ്സിലെ മോളും വൈഫും ആണ് ഭർത്താവ് മരിച്ച്. പാടുന്നത് അന്ന് 3500 വെഹിക്കിളല്ല തലയെടുത്തറേ. അപ്പൊ ഇവിടെ ഒരു പൈസ ഇല്ല. ലാസ്റ്റ് ഇവിടെ താലി കഴിച്ച് പൊട്ടിച്ച് ഇവിടെ തന്ന്. അപ്പൊ ഞാൻ വിൽക്കണ്ടെങ്കിൽ ഞാനാണ് പൈസ ബോഡി കയറ്റി വിട്ട്. അന്ന് ഞാൻ കഴിഞ്ഞ് 3-4 ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഞാൻ അജവാനെ സ്ഥിതിക്കാണ്ട്. അന്ന് സുശാസനാൻ്റെ ആള് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു ഇത് വേണമെന്നപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് അത് ഒഴിവാക്കി, തൂക്കം ഒഴിവാക്കി. അപ്പൊ തൂക്കമല്ല, പക്ഷെ ഈ പൈസ ഒഴിവാക്കാൻ ഗവൺമെന്റ് കഴിയും. പ്രൈവറ്റ് എയർലൈൻസ് വേറെ രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഒരു മനുഷ്യർ പ്രവാസിയല്ലേ, അത് തന്നെ ഒരു ഇത് പരിഗണന കാണിക്കണ്ടേ? അപ്പോ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. അപ്പൊ വളരെ അതുപോലെ തന്നെ പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഈ ടിക്കറ്റിന്റെ വില. പലപ്പോഴും ഈ സമയത്ത് ഒരു സീസൺ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രവാസിയോട് കാണിക്കുന്ന അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെന്റ് അതിപ്പോ പ്രവാസികളെ സമ്മാനം പങ്കെടുക്കുന്ന ഒരാളാണല്ലോ, കേരള സഭയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാനുണ്ട്. പല പ്രാവശ്യം പറഞ്ഞത് ഏവിയേഷൻ മന്ത്രിക്ക് തന്നെ ലെറ്റർ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യുക. ഇതെന്താ കാരണം വെച്ചാൽ ഈ എയർലൈൻസിൽ കുറെ ആൾ ഫ്രീ ഉള്ള ആൾക്കാരുണ്ട്. പല ആൾക്കാരോടൊന്നും ഒരു പൈസ ഇട്ടിട്ടാണ് കയറുന്നത്. അതുകൊണ്ടുള്ള പൈസ പ്രവാസിയോട് വാങ്ങും. ഇതേ ഫ്ലൈറ്റ് ഇപ്പം കോഴിക്കോട്ടെ ആയിക്കോട്ടെ കൊച്ചി ആയിക്കോട്ടെ 250-300 ദിർഹംസ് ഒരു ആൾ കൊണ്ടുപോകുന്നുണ്ട്. ആട്ട് ഇങ്ങോട്ട് 250-500-1000 മേടിച്ചോട് റിട്ടേൺ. നമ്മളിപ്പോൾ ട്രെയിന് ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ ദിവസം പൈസ കൂട്ടിട്ട് വരും. ഒരു ഡീസൽ എല്ലാം കൊടുത്ത് ഈ ഫ്ലൈറ്റിന് ഒരു ദിവസം കുറച്ച് ഡീസൽ, ഒരു ദിവസം കുറച്ച് പെട്രോൾ മതി. എന്തും സേവ് ചെയ്ത് കൊടുത്ത് ശമ്പളം ദിവസം മാറ്റി കൊടുക്കുന്നുണ്ടോ? അതും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് വിശ്വാസം എടുക്കുന്നത്? പ്രവാസികളെ പിയാന്ന് അതിന്റെ അർത്ഥം, വേറൊരു അർത്ഥമില്ല. പിന്നെ എത്രയും എം പിമാരുടെ ഒരു കാര്യമില്ല. എന്ത് കാര്യമാണ് ഏതോ എം പി പറയുന്നത്? അതിനൊക്കെ മാർഗം എന്ന് പറഞ്ഞാൽ ഒറ്റ മകൻ പ്രവാസം ചെയ്യാണ്. ഒരു നേതാക്കളുടെ മൈൻഡൊക്കെ ഞാനൊരു കാര്യം പോയില്ല. എന്തിനു പോകണം? ഇത്രയും കാര്യം പ്രവാസി നടക്കണ്ടേ? എന്റെ കാര്യം നടന്ന കാര്യമില്ല. നേതാക്കന്മാർ പ്രവാസി കണ്ടുകൊണ്ട് ചെയ്യണം. ഞങ്ങൾ തന്നെ പ്രവാസത്തിൽ നോക്കുന്നുണ്ട്. ഇതിന് ബോഡിയുടെ പൈസ ഒഴിവാക്കാൻ പാർലമെന്റ് പറഞ്ഞോളൂ. ഇത്ര നമ്മൾ കേരളത്തിൽ ഇത്ര ഇരുപാടാകല്ലേ 23 ഇല്ലേ? പോയി പറയാ പറയാ. അതിന്റെ ഞങ്ങളോട് 20 ലോക്സഭ 7 രാജ്യസഭ 26 പിന്നെ പറയാം. ഒറ്റ സമരം ചെയ്യേണ്ട ഒരു പ്രവാസിയും കണ്ടിട്ട് പ്രവാസിയുടെ ബോഡി ഇങ്ങനെ കയറ്റി വിടി. എന്താ ഗവൺമെന്റ് ചെയ്യൂലേ? ഇന്ന് വരെ ഏതോ എം പിമാര് പറഞ്ഞോ ഇതെന്തിനാ എം പിമാർ വില വയ്യ കിടക്കുന്നത്? ശരി, സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചോദ്യങ്ങളിലൂടെ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ പ്രവാസികളാണ്. കുറേ വർഷങ്ങളായിട്ട് പ്രവാസ ജീവിതം കൊണ്ടുപോകാണ്. പക്ഷെ ലോകമൊക്കെ ഒരുപാട് മാറി. 20 വർഷം കൊണ്ട് ലോകത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇതാണെങ്കിൽ ഇഷ്ടംപോലെ പണവും നാട്ടിൽ. അതിനനുസരിച്ചുള്ളൊരു മാറ്റം കേരളത്തിലുണ്ടായിട്ട് അതാണ് തോന്നുന്നത്. കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് കേരളത്തിന്റെ വികസനം പ്രവാസികളല്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ വികസന പ്രവാസികളാണ്. കാരണം നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ഈ UP, ബീഹാർ, ഇവിടെ ഹൈദരാബാദ്, ഇവിടെ തമിഴ്നാട്, ഇവിടെ ഇഷ്ടമായ പ്രവാസികളുണ്ട്. ഇവർക്ക് പൈസ നാട്ടിലല്ലേ കിട്ടുന്നത്. ഇത് നെടുത്തോട് എന്ന് പറഞ്ഞ പ്രവാസികൾ അതൊക്കെ ഗവൺമെന്റ് പറയുകയും ചെയ്യും. പ്രവാസികളാണ് നെടുത്തോട്, പ്രവാസികളുടെ നാട് തന്നെ ഒക്കെ പറയും. അതൊന്നും പറയാൻ എടുക്കുന്നില്ല. പക്ഷെ പ്രവാസികളൊന്നും ചെയ്യുന്നില്ല. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, പ്രവാസികളെ ഇത്തരത്തിൽ പിന്നെ വർഷങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്ട്രെസ്സും 40 വർഷമൊക്കെ ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളവരൊക്കെയാണ്. ഇതിലൂടെ എന്തൊക്കെയാണ് നമ്മളായിട്ടൊരു ഹൃദയത്തിൽ തൊട്ട ഒരു ഉപദേശം ഉണ്ടാവും. ഇത്രയും മനുഷ്യരെ കാണുകയും ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയും കാണുന്നു. ഏറ്റവും നഗ്നതയിലുള്ള അവന്റെ ഡെഡ് ബോഡി കുളിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നത്. രണ്ടവസ്ഥയാണ്, എക്സ്ട്രീം ലെവലിലാണ് അശ്വത്ഥ ആവശ്യരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിക്ക് കൊടുക്കാനുള്ള ഉപദേശം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഹൃദയത്തിന്റെ ഇത് അനുഭവത്തിനുള്ള അടിസ്ഥാനത്തിലുള്ള ഉപദേശം. അതെന്താണ്? ഇപ്പോഴുള്ള പ്രവാസി ചെറുപ്പക്കാരമല്ലപ്പെടുന്നത്. നമ്മൾ പ്രവാസികളൊപ്പം നോക്കണ്ടേ? വീട്ടില്
അച്ഛനും അമ്മയും മക്കളും പോലെ പ്രവാസികളുടെ ജീവിതം നമ്മൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിക്കുക, നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. എന്നിട്ട് പൈസ അയച്ചു കൊടുത്തത് നാട്ടിൽ നമ്മളെ കുറിച്ച് ജീവിക്കണ്ടേ? പ്രവാസികൾ 10, 30, 40 ഇവിടെ നിന്നിട്ട് ഒന്നും ഗതിയില്ലാണ്ടാകും. ഒന്നും നാട്ടിൽ പോകണം സുഖമുണ്ടോ, അസുഖമുണ്ടോ, പിന്നെ വീട്ടുകാർക്ക് വേണ്ടാണ്ടോ. ഇവിടെ നിൽക്കുള്ള പൈസ നാട്ടിൽ അയച്ചു കൊടുക്കും. അത് പ്രവാസികളൊന്നും ശ്രദ്ധിക്കുക. പിന്നെ അവനാനൊരു ചെക്കപ്പോ കാര്യം ചെയ്യുക. ഒരു 6 മാസം കൊടുക്കുന്ന സ്വന്തമായി ശരീരം എന്നാലും നമുക്ക് ചുമണ്ടായിട്ട് കൂടെ എഴുതാൻ കഴിയും. ഒരു ചെക്കപ്പിന് തന്നെ ഗവൺമെന്റ് ഫ്രീ ചെക്കപ്പ് നടത്തി കൊടുത്ത് വരുന്നവർക്ക് ഒരു കൊല്ലത്തിലോ 2 കൊല്ലത്തിലോ വരുന്ന പ്രവാസികൾ ചെക്കപ്പ് ഫ്രീ എയർപോർട്ട് വരുന്ന സംവിധാനമില്ലേ? അത് വെച്ചാൽ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും. പക്ഷെ ഒന്നും ആരോട് പറയാൻ എന്ത് പറയാൻ, അതൊരു മന്ത്രിമാരെയും വേണ്ടേ? പ്രവാസികൾ മന്ത്രി വേണോ? നമുക്ക് കൂടുതൽ MLA കൂടി ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് MLA ഉണ്ടാകാൻ കേരളത്തിലാണ്. ഇത് പറയാൻ ഒരാളില്ലേ? കേരളത്തിൽക്കാരൊക്കെ പറയും നാട്ടില് എന്തെങ്കിലും അവിടെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ 5 ലക്ഷം 10 ലക്ഷം ഗവൺമെന്റ് കൊടുക്കും. ഇവിടെ പറ്റിയല്ലോ. പക്ഷെ നോർക്കൊക്കെ ഒരു പരിധിയില്ലേ? ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാനാണ്. കേരള ഗവൺമെന്റ് ഇത്രയും പൈസ ഒന്നും കൊടുക്കാനും ഒരു സ്റ്റേറ്റാനും കഴിയില്ല. ഈ ഫ്ലൈറ്റിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നത്. ഇത് അവർക്ക് നടക്കുന്ന കാര്യമാണ്. ഈ ബോഡി ഫ്രീ ആയിട്ടാണ്. അതുപോലെ ഇല്ലാതെ വയ്ക്കില്ല. ഇപ്പൊ ഡെയിലി ഫ്ലൈറ്റ് ഉണ്ട്. എന്താ ഫ്ലൈറ്റിലത്? എല്ലാ സ്ഥലത്തും ഫ്ലൈറ്റില്ല. ഒരു ഫ്ലൈറ്റിൽ ഇത്രയും സാധനം ലഗേജ് കേട്ട് ഒരു മനുഷ്യന്റെ ബോഡി അവിടെ എന്താ ബുദ്ധിമുട്ടുള്ള ഗവൺമെന്റ്? ഓരോ ആൾക്കാരൊന്നും മരിക്കില്ലേ? ഗവൺമെന്റ് ആൾക്കാർ ഒരു സാധനമില്ലേ? കുടുംബങ്ങളില്ലേ? അല്ലെ ബോഡിന്റെ പൈസ ഇത്രയും അനീതി വേറെ ചെയ്യാണ്ടല്ലോ. ഇത്ര നേരം വളരെ സൈലന്റ് ആയിട്ട് നിന്ന അശ്വത്ഥാമശ്ശേരിയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അങ്ങനത്തെ ദുഃഖവും വിഷമവുമാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഒരു വലിയൊരു ഘട്ടം ഇങ്ങനെ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും നിശബ്ദമായി ഉള്ള മനുഷ്യരെ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പ്രതികരിക്കാത്ത മനുഷ്യരെ തേടിപ്പോയി അവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അന്തസ്സോടുകൂടി സംസ്കരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഞങ്ങൾ ചെയ്തത്. ഇനി അനസ്യൂതമായിട്ട് ഇത് ചെയ്യട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ വേറെ എന്ത് പ്രവൃത്തിയാണെങ്കിലും തീർച്ചയായിട്ടും എന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ശുദ്ധീകരണമാണ്. അപ്പൊ അതൊരു ശുദ്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കുന്നതിന് കാരണം നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് തന്നെ താങ്കളുടെ പ്രവർത്തനങ്ങൾ വലിയൊരു കടമയാണ് ഈ സമൂഹത്തിൽ ചെയ്യുന്നത്. ഇനി ഉയരങ്ങളിലേക്ക് താങ്കളെ തേടി വലിയ വലിയ കാര്യങ്ങളായ പ്രവർത്തനം പത്മശ്രീ പോലുള്ള അവാർഡുകൾ തേടി. കാരണം ഈ പ്രവർത്തനം മറ്റു പലർക്കും മാതൃകയാണ്. വളരെ സന്തോഷം BMC സംസാരിച്ചത്. എന്ത് തോന്നുന്നു BMC പങ്കിടാനും മീഡിയ എല്ലാവരും സപ്പോർട്ടും ചെയ്യാം. നല്ല നല്ല അഭിപ്രായം. അതാണ് ഞങ്ങൾ വന്ന് തിരക്കിലും കൂടെ വന്ന അതാണ്. BMC ഗ്ലോബൽ ലൈവിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. ഹൃദയം തുറന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റലക്ച്വൽ ടോക്കേ ആയിരുന്നില്ല. 10-25 വർഷത്തെ കൃത്യമായ അനുഭവത്തിന്റെ ഒരു നേർചിത്രമായിരുന്നു കിട്ടിയത്. വളരെ വളരെ സന്തോഷത്തോടുകൂടി നന്ദി.